ഇഗ്നു ബി എ ഹിസ്റ്ററി ഓണേഴ്സ് എന്ന വിഷയത്തിൽ ഹിസ്റ്ററി ഓഫ് എൻവയോൺമെന്റ് എന്ന സബ്ജക്ട് ചാപ്റ്റർ 1 ഒരു ചോദ്യമാണ്. വാട്ട് യു അണ്ടർസ്റ്റാൻഡ് ബൈ ദ എനർജി ഓഡിറ്റ്? എനർജി ഓഡിറ്റ് എന്താണ്? എനർജി ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ ഇസ് ആൻ ഇൻസ്പെക്ഷൻ സർവേ ആൻഡ് ആൻ അനാലിസിസ് ഓഫ് എനർജി ഫ്ലോസ് ഫോർ എനർജി കൺസർവേഷൻ ഇൻ എ ബിൽഡിംഗ്. ഒരു ബിൽഡിങ്ങിൽ അല്ലെങ്കിൽ ഒരു വ്യവസായശാലയിൽ അവിടെ എനർജി പാഴായി പോകാതെ ഊർജ്ജ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ആ കെട്ടിടത്തിലുള്ള ഉപകരണങ്ങളിൽ അല്ലെങ്കിൽ അവിടുത്തെ വയറിങ്ങിൽ അവിടുത്തെ മറ്റ് സംവിധാനങ്ങളിൽ എനർജി പാഴായി പോകാതിരിക്കാനുള്ള അന്വേഷണമോ പഠനമോ പരിശോധനയോ ഒക്കെ എനർജി ഓഡിറ്റിന്റെ ഭാഗമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. ഇറ്റ് മേ ഇൻക്ലൂഡ് എ പ്രോസസ് ഓർ സിസ്റ്റം ടു റെഡ്യൂസ് ദ എമൗണ്ട് ഓഫ് എനർജി ഇൻപുട്ട് ഇൻ ടു ദ സിസ്റ്റം വിതൗട്ട് നെഗറ്റീവ്ലി അഫക്റ്റിംഗ് ദ ഔട്ട്പുട്ട്. എന്ന് പറഞ്ഞാൽ അവിടെ ഉപയോഗപ്പെടുത്തുന്നതിന്റെ ഊർജത്തിന്റെ അളവിനെ കുറയ്ക്കുക എന്ന ഒരു പ്രക്രിയ കൂടിയാണ് അതിൽ നടക്കുന്നത്. പക്ഷേ അത് ഉൽപാദനത്തിന്റെ അളവിനെ കുറയ്ക്കാതെ തന്നെ, ദോഷകരമായി ബാധിക്കാതെ തന്നെ ഊർജോപയോഗത്തിന് അളവിനെ കുറയ്ക്കുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, എനർജി ഓഡിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എനർജി ഓഡിറ്റിന്റെ കമ്പണൻസ് എന്തൊക്കെയാണെന്നാണ് അടുത്ത് നോക്കുന്നത്. എനർജി കൺസംഷൻ എത്രമാത്രമെന്ന് വിശകലനം ചെയ്യുക, റിവ്യൂ ചെയ്യുക. കഴിഞ്ഞ കുറേ വർഷങ്ങളിലെ എനർജി കൺസംഷന്റെ പാസ്റ്റ് ഹിസ്റ്ററി എങ്ങനെയാണെന്ന് വിശകലനം ചെയ്യുക. 2, ബിൽഡിംഗ് എൻവലപ്പ് ഇൻസ്പെക്ഷൻ. ആ ബിൽഡിങ്ങിന്റെ കെട്ടിടത്തിന്റെ ഫാക്ടറി കെട്ടിടമായാലും വീടായാലും അല്ലെങ്കിൽ ഓഫീസ് കെട്ടിടമായാലും അവിടുത്തെ ഊർജോപയോഗത്തിന് വേണ്ടിയിട്ട് സംവിധാനം ചെയ്തിരിക്കുന്ന വയറിങ്ങുകളൊക്കെ മിക്കവാറും അതിന്റെ ഭിത്തികളിലൂടെ ആയിരിക്കാം. അതിന്റെ ആ എൻവലപ്പ് അഥവാ ഭിത്തികൾ, വാൾസ്, വിൻഡോസ്, റൂഫ്, ഡോർ, ഇതൊക്കെ എത്രമാത്രം എനർജിയെ സേവ് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ പാഴാക്കി കളയാൻ പര്യാപ്തമാണ് എന്ന പരിശോധനയാണ്. 3, ലൈറ്റിംഗ് സിസ്റ്റം അനാലിസിസ് ആണ്. അവിടുത്തെ വൈദ്യുത വെളിച്ചത്തിന് വേണ്ടിയിട്ടുള്ള ഫിക്സേഴ്സ്, ഉപകരണങ്ങൾ, അതിൻ്റെയൊക്കെ കൺട്രോളുകൾ അതൊക്കെ ശരിയാവണ്ണം തന്നെ പ്രവർത്തിക്കുന്നതാണോ, അതിലൂടെ എനർജി ലീക്കേജ് ഉണ്ടാകുന്നുണ്ടോ എന്നുള്ള. അതുപോലെ തന്നെ 4, HVAC സിസ്റ്റം അനാലിസിസ് ആണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? ഹീറ്റിംഗ്, വെന്റിലേഷൻ, എയർ കണ്ടീഷനിങ് സിസ്റ്റത്തെയാണ് ചേർത്ത് പറയുന്ന വാക്കാണ്. ഇവയൊക്കെ ഒന്ന് പരിശോധിക്കുക. അവിടെയൊക്കെ എനർജി സ്പോയിലേജ് സംഭവിക്കുന്നുണ്ടോ. എനർജി യൂസിങ് എക്യുപ്മെന്റ് ഇൻസ്പെക്ഷൻ, എനർജി ഉപയോഗപ്പെടുത്തുന്ന ഉപകരണങ്ങളെല്ലാം പരിശോധിക്കുക. എക്സാമിനിങ് ദ എക്യുപ്മെന്റ് സച്ച് ആസ് മോട്ടോർ, പമ്പ് സെറ്റ് ആൻഡ് ഫാൻസ്, എനർജി മാനേജ്മെന്റ് സിസ്റ്റം, EMS അനാലിസിസ്, ഇവാലുവേഷൻ ഓഫ് ബിൽഡിംഗ് ഓട്ടോമേഷൻ സിസ്റ്റംസ്, ഇതൊക്കെയാണ്. സോ എന്താണ് ബെനിഫിറ്റ് ഈ എനർജി ഓഡിറ്റ് നടത്തുന്നത് കൊണ്ട്? എനർജി കോസ്റ്റ് സേവ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഒന്നാമത്തെ ഗുണം. ഐഡന്റിഫിക്കേഷൻ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ടു റെഡ്യൂസ് എനർജി കൺസംഷൻ. 2, ഇൻക്രീസ്ഡ് എനർജി എഫിഷ്യൻസി, വർദ്ധിച്ച തോതിലുള്ള ഊർജ്ജ കാര്യക്ഷമതയാണ് കൈവരിക്കാൻ കഴിയുക. ഇംപ്ലിമെന്റേഷൻ ഓഫ് എനർജി സേവിംഗ് മെഷേഴ്സ്, അതുപോലെ തന്നെ ഊർജ്ജ ലാഭ നടപടിക്രമങ്ങൾ നമുക്ക് നടപ്പിലാക്കാൻ നമ്മുടെ കമ്പനിയിൽ, നമ്മുടെ സ്ഥാപനത്തിൽ, ഫാക്ടറിയിലോ അല്ലെങ്കിൽ വീട്ടിലോ ഓഫീസിലോ ഒക്കെ സാധിക്കും. ഇംപ്രൂവ്ഡ് ബിൽഡിംഗ് കംഫർട്ട്, അതുപോലെ തന്നെ കെട്ടിടത്തിനുള്ളിലുള്ള സുഖ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുകയും കൂടി ചെയ്യാം. അതിന്റെ ടെമ്പറേച്ചർ ക്വാളിറ്റി, അതിന്റെ എയർ ക്വാളിറ്റി, വെന്റിലേഷൻ ക്വാളിറ്റി ഒക്കെ നമുക്ക് മെച്ചപ്പെടുത്താൻ സാധിക്കും. എക്സ്റ്റെൻഡഡ് എക്യുപ്മെന്റ് ലൈഫ്, നമ്മൾ ഉപയോഗിക്കുന്ന വൈദ്യുതോപകരണങ്ങളാണെങ്കിൽ ശരി, മറ്റുപകരണങ്ങളാണെങ്കിൽ ശരി, അതിന്റെയൊക്കെ എക്യുപ്മെന്റ് ലൈഫ് ഓരോ വർഷവും കൃത്യമായി എനർജി ഓഡിറ്റ് ചെയ്യുകയും റിപ്പയറുള്ള ഭാഗങ്ങൾ അപ്പോൾ കൃത്യമായി മെയിൻ്റനൻസ് നടക്കുകയും ചെയ്യുന്നതിനാൽ ആ എക്യുപ്മെന്റുകൾക്ക് ലോങ് ലൈഫ് കിട്ടുമെന്നുള്ളതാണ് 4ാമത്തെ ഗുണം. 5, എനർജി ഓഡിറ്റിന്റെ 5ാമത്തെ ഗുണം എൻവയോൺമെന്റൽ ബെനിഫിറ്റ് ആണ്, പരിസ്ഥിതിപരമായ ഗുണമാണ്. കാരണം കേടായ യന്ത്രഭാഗങ്ങൾ കൈയോടെ മാറുന്നത് കൊണ്ടും അതിന് അപ്പോൾ തന്നെ ഓയിലും ഗ്രീസും ഒക്കെ ചേഞ്ച് ചെയ്ത് അതിന്റെ മെയിൻ്റനൻസ് വർക്ക് നന്നായി നടക്കുന്നതുകൊണ്ടും തീർച്ചയായിട്ടും കാർബൺ പൊടി, പുക എന്നിവയൊക്കെ പുറത്തേക്ക് വിടാനുള്ള സാഹചര്യങ്ങളും സാധ്യതകളും കുറയുന്നു. റെഡ്യൂസ്ഡ് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ് ആൻഡ് എൻവയോൺമെന്റ് ഇമ്പാക്ട്, പരിസ്ഥിതിക്ക് ദോഷകരമായ ഒരുപാട് കറുത്ത പുകയൊന്നും ഉണ്ടാകുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ, ഇൻ കൊമേഴ്ഷ്യൽ ആൻഡ് ഇൻഡസ്ട്രിയൽ റിയൽ എസ്റ്റേറ്റ് ആൻഡ് എനർജി ഓഡിറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ഐഡന്റിഫൈയിങ് ഓപ്പർച്യൂണിറ്റീസ് ടു റെഡ്യൂസ് എനർജി എക്സ്പെൻസ് ആൻഡ് കാർബൺ ഫുട് പ്രിന്റ്. സോളാർ എനർജി റെജീംസ് ഫോസിൽ ഫ്യൂവലുകളിൽ ഉപയോഗിച്ചിരുന്ന ഒരു കാലമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്താണ് സോളാർ എനർജി റെജിം എന്ന് പറയുന്നത്? ഈ കാലഘട്ടത്തിൽ ഊർജോപയോഗം മനുഷ്യർ എപ്രകാരമാണ്? ദിസ് പെർസ്പെക്റ്റീവ് മേ ബി അട്രിബ്യൂട്ടഡ് ടു ദ ഫാക്ട് ദാറ്റ് ടിൽ ദ 19th century, നമ്മളിത് നോക്കിക്കാണേണ്ടത് ഇങ്ങനെ ഒരു വസ്തുതയാണ്. അതായത് 19ാം നൂറ്റാണ്ട് വരെയും ദ വേൾഡ് വാസ് അണ്ടർ ദ ഓൾഡ് ബയോളജിക്കൽ റെജിം, പഴയ ബയോളജിക്കൽ റെജിമിന്റെ കാലഘട്ടത്തിലായിരുന്നു. ഓൾസോ നോൺ ആസ് ഓർഗാനിക് എക്കണോമി ഓർ സൊമാറ്റിക് എനർജി റെജിം. അത് ഓർഗാനിക് എക്കണോമി എന്നോ സൊമാറ്റിക് എനർജി റെജിം എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കും. എന്താണ് സൊമാറ്റിക് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഈ ഹ്യൂമൻ പവർ അല്ലെങ്കിൽ മാൻ പവർ അല്ലെങ്കിൽ അനിമൽ പവർ ഒക്കെ ഉപയോഗിച്ചിരുന്ന ഒരു കാലഘട്ടം. ഇറ്റ് മീൻസ് അണ്ടിൽ 19th century ഹ്യൂമൻ സൊസൈറ്റീസ് ആൻഡ് എക്കണോമീസ് വെർ ലാർജ്ലി ഡിപ്പെൻഡ് ഓൺ ഓർഗാനിക് ബോഡി എനർജി, അതായത് മനുഷ്യ ശരീരം അല്ലെങ്കിൽ മൃഗശരീരത്തിന്റെ ഊർജത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് യന്ത്രസാമഗ്രികൾ തിരിക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്ന രീതിയായിരുന്നു. അതായത് മാനുവൽ പവറും അനിമൽ പവറും
മാനുവൽ പവർ വാസ് യൂസ്ഡ് ഫോർ ഫാമിംഗ്, ക്രാഫ്റ്റ്മാൻഷിപ്പ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ. ഒരു സ്വർണ്ണപ്പണിക്കാരനോ മരപ്പണിക്കാരനോ അല്ലെങ്കിൽ ഇരുമ്പ് പണിക്കാരനോ ഒക്കെ മാനുവൽ പവറിനെയാണ് ഉപയോഗിച്ചിരുന്നത്. അല്ലെങ്കിൽ റിക്ഷ വലിച്ചു കൊണ്ടുപോവുകയാണ് ചെയ്തത്, മാനുവൽ പവറാണ് ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിച്ചത്. കൃഷിക്ക് മണ്ണിൽ കിളക്കുന്നത് തീർച്ചയായിട്ടും മനുഷ്യാധ്വാനവും ചുമട് ചുമക്കുന്നതും ഒക്കെ മനുഷ്യാധ്വാനമായിരുന്നു ആ കാലഘട്ടത്തിൽ. എന്നാൽ ക്രാഫ്റ്റ്മാൻഷിപ്പ് എല്ലാം തന്നെ, കുട്ട നെയ്ത്താണെങ്കിലും സാരി നെയ്ത്താണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ്, മനുഷ്യാധ്വാനത്തിലായിരുന്നു വസ്ത്ര നെയ്ത്തൊക്കെ. The biological older regime was one that limited the range of possibilities of people at that society in their history. അവരുടെ ചരിത്രത്തിൽ അവർക്ക് വികസിക്കാവുന്നതിന്റെ സാധ്യതകൾക്ക് പരിധി ഉണ്ടായിരുന്നു. കാരണം ഒരു മനുഷ്യന്റെ കായിക ശേഷി കൊണ്ട്, അല്ലെങ്കിൽ ഒരു മൃഗത്തിന്റെ കായിക ശേഷി കൊണ്ട് എത്രത്തോളം പുരോഗതിയും എത്രത്തോളം ഉത്പാദനവും സാധ്യമാകുമായിരുന്നു എന്ന് ചോദിച്ചാൽ വളരെ ലിമിറ്റഡ് ആയിരുന്നു. അതുകൊണ്ട് ഈ ബയോളജിക്കൽ ഓൾഡർ regime വളരെ പരിമിതികൾ കൽപ്പിക്കപ്പെട്ടു വികസനത്തിന്റെ ഒരു ചക്രവാളത്തിന്. തുടർന്ന് പക്ഷേ ഇന്ന് വി ആർ മൂവിങ് ടു എ റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി ലൈക്ക് വിൻഡ് എനർജി, ഹൈഡ്രോ എനർജി ആൻഡ് സോളാർ എനർജി. നമ്മൾ ഇന്ന് പുനഃസംസ്കരിക്കാൻ കഴിയുന്ന, അതായത് തെളിമയുള്ള, അതായത് കാർബൺ എമിഷൻ തീരെയില്ലാത്ത വൈദ്യുത ഉൽപാദന മാർഗങ്ങൾ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. കാറ്റിൽ നിന്നുള്ള വൈദ്യുതി ക്ലീൻ എനർജി സോഴ്സ് ആണ്. അതുപോലെ തന്നെ ജലവൈദ്യുതിയും സോളാർ എനർജിയും അങ്ങനെ തന്നെയാണ്. ഇനി അതുകൊണ്ട് നമുക്ക് until the industrial revolution, plants and animals, wind and water were the only source of energy accessible to humans. വ്യവസായ തൊട്ട് മുമ്പുള്ള കാലം നോക്കുമ്പോൾ അന്ന് ചെടികളിൽ നിന്നുള്ള, അല്ലെങ്കിൽ മൃഗങ്ങളിൽ നിന്നുള്ള, അല്ലെങ്കിൽ കാറ്റിൽ നിന്നുള്ള, അല്ലെങ്കിൽ ജലത്തിൽ നിന്നുള്ള ഊർജം ഉപയോഗിച്ച് അല്ലെങ്കിൽ മനുഷ്യന്റെ ഊർജ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊണ്ടു പോകേണ്ടിയിരുന്ന അത്രമാത്രമാണ് മനുഷ്യന് കൈപ്പിടിയിലെത്താവുന്ന ഊർജ്ജ രൂപങ്ങൾ ഉണ്ടായിരുന്നത് എന്ന് മനസ്സിലാക്കാം. പക്ഷേ here is a calculation which estimates the carrying capacity of different ecosystems of the world. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും, അതായത് ധ്രുവപ്രദേശങ്ങളില്, മരുഭൂമി പ്രദേശങ്ങളില്, അല്ലെങ്കിൽ പുൽപ്രദേശങ്ങൾ അഥവാ ഗ്രാസ് ലാൻഡ് സവാന പ്രദേശങ്ങളില്, പ്രയറീസില്, അല്ലെങ്കിൽ കൂടുതൽ ജനവാസ യോഗ്യതയുള്ള മറ്റു പ്രദേശങ്ങളിൽ ഒക്കെ ആ ഭൂമിക്ക് എത്രമാത്രം മനുഷ്യരെ അല്ലെങ്കിൽ എത്രമാത്രം മൃഗങ്ങളെ ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നത് ഏറിയും കുറഞ്ഞും ഇരിക്കും. നോക്കുക, തീരെ വിഭവങ്ങൾ കുറവുള്ള ധ്രുവപ്രദേശങ്ങളിൽ, ആർട്ടിക് റീജിയനിൽ മാക്സിമം നമ്പർ ഓഫ് പീപ്പിൾ ക്യാരി ചെയ്യാൻ കഴിയുന്നത് വളരെ കുറവ് മാത്രമാണ്. കാരണം സസ്റ്റൈനബിളി സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന റിസോഴ്സസ് അവിടെ കുറവാണ്. ഫുഡ് കുറവായിരിക്കാം, അവിടെ ജലം ലഭ്യത കുറവായിരിക്കാം, എനർജി ലഭ്യത കുറവായിരിക്കാം എന്നുള്ളതാണ്. അങ്ങനെ നോക്കുമ്പോൾ അക്കോർഡിംഗ്ലി 314 സ്ക്വയർ കിലോമീറ്റർ ഏരിയ, അതായത് 314 ചതുരശ്ര കിലോമീറ്റർ ഏരിയയിൽ സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന ധ്രുവപ്രദേശങ്ങളിൽ, പോളാർ ആർട്ടിക് റീജിയനിൽ ഹാർഷ് ക്ലൈമറ്റും ലിമിറ്റഡ് റിസോഴ്സസ് ഉള്ളതുകൊണ്ട് വളരെ 3 ആളുകളെ മാത്രമേ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു 314 ഏക്കർ സ്ഥലത്തിന് സാധിക്കുകയുണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ്. എന്നാൽ നമുക്ക് മരുഭൂമി പ്രദേശം നോക്കുക, അർദ്ധവരൾച്ച പ്രദേശം അഥവാ സെമി ഡെസേർട്ട് ഏരിയ. ഡ്യൂ ടു ലിമിറ്റഡ് വെജിറ്റേഷൻ ആൻഡ് വാട്ടർ അവൈലബിലിറ്റി, അവിടെ 11 പേർക്ക് മാത്രമാണ് അത്തരം ഒരു പ്രദേശത്ത് താമസ സൗകര്യം സാധ്യമാകുമായിരുന്നുള്ളൂ എന്നുള്ളതാണ്. എന്നാലും ആർട്ടിക് പ്രദേശത്തെക്കാളും കുറച്ചുകൂടി മെച്ചമാണ് ഈ മരുപ്രദേശം എന്ന് കാണാൻ കഴിയുന്നു. കാരണം റിസോഴ്സ് അവൈലബിലിറ്റിയും ഫുഡ് അവൈലബിലിറ്റിയും വെച്ച് നോക്കുമ്പോൾ. എന്നാൽ അതേ സമയം ഗ്രാസ് ലാൻഡ് ഏരിയയിലേക്ക്, പുൽപ്രദേശങ്ങളിലേക്ക് നോക്കുമ്പോൾ കുറച്ചുകൂടി മോഡറേറ്റ് വെജിറ്റേഷനും വാട്ടർ അവൈലബിലിറ്റിയും ഒക്കെ ഉള്ള സ്ഥലങ്ങൾ തന്നെയാണ്. 54ഓളം ആളുകളെ അവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിഞ്ഞു ആ എൻവയോൺമെന്റിന്, ആ പരിസ്ഥിതിയുടെ, ആ ഭൂപ്രദേശത്തിന് എന്ന് മനസ്സിലാക്കാം. 136 people in subtropical savanna area due to abundant vegetation and water availability. സുലഭമായ വെജിറ്റേഷനും വാട്ടർ അവൈലബിലിറ്റിയും ഉള്ളതുകൊണ്ട് 136 ആളുകളെ സബ്ട്രോപ്പിക്കൽ സവാന പ്രദേശത്ത് അക്കോമഡേറ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നതാണ്. ഇതൊക്കെ കാണിക്കുന്നത് എന്താണ്? This shows that there is a significant difference in the carrying capacity across various ecosystems. വിവിധങ്ങളായിട്ടുള്ള ഇക്കോസിസ്റ്റത്തിനിടയിൽ carrying capacity-യിൽ വ്യത്യാസം ഉണ്ട് എന്നുള്ളതാണ്. ഇനി പോപ്പുലേഷൻ ഡെൻസിറ്റിയും എനർജി സോഴ്സസും വ്യത്യസ്തമാണ്. ഹണ്ടർ ഗ്യാദർ സൊസൈറ്റി നോക്കുക, 0.12 പീപ്പിൾ ആണ് പെർ സ്ക്വയർ കിലോമീറ്റർ. ഒരു സ്ക്വയർ കിലോമീറ്റർ സ്ഥലത്തിൽ 0.01 മുതൽ 0.12 വരെ ആളുകളെയാണ് നമുക്ക് അവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുക. ദേ റിലൈഡ് ഓൺ നാച്ചുറൽ എനർജി ഫ്ലോസ്, സ്വാഭാവിക ഊർജ്ജ ഉറവിടങ്ങളെയാണ് ആശ്രയിച്ചത്. സൺലൈറ്റ് ആൻഡ് റെയിൻഫോൾ, സൂര്യപ്രകാശം, പിന്നെ മഴ. ഓൾ ദ ടൈം, അക്കാലങ്ങളിൽ എത്രയും പോപ്പുലേഷൻ ഡെൻസിറ്റി വാസ് ലിമിറ്റഡ് ഡ്യൂ ടു ദ ഡിപ്പെൻഡൻസ് ഓൺ വൈൽഡ് ഫുഡ് സോഴ്സസ്. ഇനി വന്യമായിട്ടുള്ള കാട്ടു വിഭവങ്ങളെ ആശ്രയിച്ച് കഴിഞ്ഞിരുന്ന ഒരു കാലമായിരുന്നു ഭക്ഷണശേഖരണം നായാട്ടും ആശ്രയിച്ചിരുന്ന അതിപുരാതനമായ നമ്മുടെ പ്രാകൃത മനുഷ്യൻ എന്ന് പറയുന്ന പൂർവികൻ. അപ്പോൾ ആ കാലഘട്ടങ്ങളിൽ ഒരുപാട് ആളുകളെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് ആ പ്രദേശങ്ങൾക്ക് കഴിഞ്ഞിരുന്നില്ല.
0.1 to 0.12 പീപ്പിൾ ആണ് ഒരു സ്ക്വയർ കിലോമീറ്ററിൽ അവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിഞ്ഞിരുന്നത് എന്ന് മനസ്സിലാക്കാം. കുറെ കൂടി മെച്ചപ്പെട്ട ഒരു സംവിധാനമായിരുന്നു ഷിഫ്റ്റിംഗ് കൾട്ടിവേഷന്റെ കാലഘട്ടം. എന്താണ് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇറ്റ് വാസ് എ ഫാമിംഗ് സിസ്റ്റം. അതൊരു കൃഷി രീതിയായിരുന്നു. വിച്ച് എ സ്മോൾ ട്രൈബൽ ഗ്രൂപ്പ് കട്ട്സ് ആൻഡ് ബേൺസ് നാച്ചുറൽ വെജിറ്റേഷൻ. ഒരു ചെറിയ ഗോത്ര വിഭാഗം ഒരു പ്രദേശത്തെ വനം കത്തിക്കുകയോ അല്ലെങ്കിൽ വെട്ടി മുറിക്കുകയോ എന്നിട്ട് അവിടെ ആ ഭൂപ്രദേശത്ത്, കാരണം അവിടെ വനമുണ്ടായിരുന്നതിനാൽ ആ വനത്തിലെ ഇലയൊക്കെ ജീർണിച്ച മണ്ണ് അത് വളരെയധികം ഫലഭൂയിഷ്ടമായ മണ്ണായിരിക്കും. അതവർ മനസ്സിലാക്കുകയും അവിടെ കൃഷി തുടങ്ങുകയും ചെയ്തു. നല്ല വിളവ് ലഭിച്ചു 1-2 വർഷം. പക്ഷേ 1-2 വർഷത്തിന് ശേഷം അവിടുത്തെ വിളവ് കുറഞ്ഞു തുടങ്ങിയപ്പോൾ അവർ മറ്റൊരു സ്ഥലത്തേക്ക് പോയി പുതിയ കാട് വെട്ടിത്തെളിക്കുകയോ അല്ലെങ്കിൽ കാടിന് തീ കൊടുത്ത് അവിടെ ക്ലിയർ ചെയ്യുകയോ ചെയ്തു. ആ മണ്ണും ഫലഭൂയിഷ്ടമായിരുന്നു. ആദ്യത്തെ മണ്ണിനേക്കാൾ മെച്ചപ്പെട്ടതെന്ന് അവർക്ക് തോന്നുന്നു. കുറെ നാൾ കഴിയുമ്പോൾ അവിടത്തെ വളവും തീർന്നു പോകുന്നു. വീണ്ടും വീണ്ടും വളം ചെയ്യണമെന്നുള്ള രീതി അവർക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ട് അവർ ആ കൃഷിസ്ഥലം തന്നെ ഉപേക്ഷിച്ചിട്ട് അതിനെ പുതിയ കാടുകൾ കിളിർക്കാൻ വെറുതെ വിട്ടിട്ട് വീണ്ടും പുതിയൊരു സ്ഥലത്തേക്ക് അവർ കൃഷി ചെയ്യാൻ കാട് വെട്ടി തെളിച്ചു പോകുമായിരുന്നു. അങ്ങനെ ക്ലിയറിങ് ഒന്നാമത്തെ ഏരിയയിൽ നിന്ന് രണ്ടാമത്തെ ഏരിയയിലേക്ക്, അതിനനുസരിച്ച് അവരുടെ ആ താമസ സ്ഥലങ്ങൾ, വീടുകളൊക്കെ നിസ്സാരമായി ഉണ്ടാക്കിയ വീടുകളായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് മാറിപ്പോകുന്നതിന് യാതൊരു തടസ്സവും ഉണ്ടായിരുന്നില്ല. ഇതാണ് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷന്റെ കാലഘട്ടം. ഡ്യൂറിംഗ് ദി സ്റ്റേജ്, ഈ ഘട്ടത്തിൽ there was a population density of 10 to 80 people per square kilometer. ചതുരശ്ര കിലോമീറ്ററിന് 10-80 ഇടയ്ക്ക് ആളുകളുടെ പോപ്പുലേഷൻ ആണ് ഉണ്ടായിരുന്നത് എന്ന് ഓർക്കണം. അപ്പോൾ കുറച്ചുകൂടി പോപ്പുലേഷൻ കൂടി 0.1 to 0.12 എന്നുള്ള അവസ്ഥയിൽ നിന്ന് കുറെ കൂടി പുരോഗതി ഉണ്ടായി എന്നർത്ഥം. കൂടുതൽ ആളുകളെ അക്കോമഡേറ്റ് ചെയ്യാൻ അവരുടെ സെറ്റിൽമെന്റിന് സാധിച്ചു. ഹിയർ അറ്റ് ദി സ്റ്റേജ്, ഈ ഘട്ടത്തിൽ പോപ്പുലേഷൻ ഡെൻസിറ്റി ഇൻക്രീസ്ഡ് ഡ്യൂ ടു കൾട്ടിവേറ്റഡ് ഫുഡ് സോഴ്സസ്. അതുപോലെ തന്നെ കൃഷി ചെയ്യുന്ന ഭക്ഷ്യ ഉറവിടങ്ങൾക്കനുസരിച്ച് ജനസംഖ്യയുടെ ആ സാന്ദ്രതയുണ്ടല്ലോ, അത് കൂടി വരികയും ചെയ്തു. മൂന്നാം ഘട്ടം എന്ന് പറയുന്നത് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷന് ശേഷം വരുന്ന സോളാർ പവർ എന്നോ അഗ്രികൾച്ചർ എന്നൊക്കെ പറയുന്ന ഘട്ടമാണ്. കാരണം സൂര്യനിൽ നിന്നുള്ള ഊർജ്ജമാണല്ലോ ചെടികൾ തങ്ങളുടെ ശരീരത്തിന്റെ ഭാഗമാക്കുകയോ അല്ലെങ്കിൽ ധാന്യങ്ങളോ ഫലങ്ങളോ ആയി സംഭരിക്കുകയോ ചെയ്യുന്നത്. അതുകൊണ്ട് സോളാർ പവർ എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചറൽ പ്രോഡക്റ്റുകൾ ഉപയോഗിച്ച് ഭക്ഷണം കഴിക്കുന്ന മനുഷ്യരുടെ ഒരു ഗ്രൂപ്പ് താമസിക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ അങ്ങനെയുള്ള സെറ്റിൽമെന്റുകളിൽ, അങ്ങനെയുള്ള വാസ കേന്ദ്രങ്ങളിൽ 100-നും 1000-നും ഇടയിൽ ആളുകൾ ഒരു സ്ക്വയർ കിലോമീറ്ററിൽ അവർ നമുക്ക് കണ്ടെത്താൻ കഴിയുമായിരുന്നു. അപ്പോൾ ജനസാന്ദ്രത കൂടി വരികയാണ്. പെർ സ്ക്വയർ കിലോമീറ്ററിൽ താമസിക്കുന്ന ആളുകളുടെ അല്ലെങ്കിൽ കാണാൻ കഴിയുന്ന ആളുകളുടെ എണ്ണത്തിന്റെ അളവിനെയാണല്ലോ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ എന്ന് പറയാം. നൗ the people could harness more solar energy through agriculture. ഇപ്പോൾ ജനങ്ങൾക്ക് കൃഷിയിലൂടെ കൂടുതൽ സൗരോർജ്ജം അവർക്ക് തങ്ങളുടെ വരുതിയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു. ശരീരത്തിന്റെ ഊർജ്ജത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ കഴിഞ്ഞു. ഭക്ഷ്യോൽപാദനത്തിന് സാധ്യമായി. ദിസ് എനേബിൾഡ് സിഗ്നിഫിക്കന്റ് പോപ്പുലേഷൻ ഗ്രോത്ത്. ഇങ്ങനെ ഗണ്യമായ ജനസംഖ്യാ വർധനവ് ഈ കാലഘട്ടത്തിൽ സാധ്യമായി. ദീസ് examples illustrate how different energy sources and technologies influence human population throughout ഹിസ്റ്ററി. ചരിത്രത്തിലുടനീളം എങ്ങനെയാണ് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഊർജ്ജ ഉറവിടങ്ങളും സാങ്കേതിക വിദ്യകളും മനുഷ്യ ജനസംഖ്യയെ സ്വാധീനിക്കുന്നത് എന്നതാണ് ഈ ചിത്രത്തിലൂടെ നമ്മൾ വരച്ച് കാണിച്ചത്. 1800-കളിലെ അഡ്വാൻസ്ഡ് ബയോളജിക്കൽ ഓൾഡർ റെജീം എക്കണോമിക്സ് ഇൻ ചൈന ആൻഡ് ഇംഗ്ലണ്ട്, അതായത് ചൈനയിലും ഇംഗ്ലണ്ടിലുമൊക്കെ പഴയ ഓൾഡ് ബയോളജിക്കൽ റെജീം മാറി, എക്കണോമിക്സ് മാറി. ഉദാഹരണത്തിന്, ഫോർ ഇൻസ്റ്റൻസ്, they had effectively deforested their lands. കാരണം നോക്കുക, ഇംഗ്ലണ്ടിലൊക്കെ അവരുടെ വനം വല്ലാതെ വെട്ടിത്തെളിച്ചിരുന്നു. അങ്ങനെ വെട്ടിത്തെളിച്ചപ്പോൾ അതുകൊണ്ടുള്ള ദോഷം അവർക്ക് മനസ്സിലായി. അങ്ങനെ ഉടനെ തന്നെ അവരെന്ത് ചെയ്തു? അവരുടെ കാട് വെട്ടിത്തെളിക്കുന്ന പരിസ്ഥിതിക്ക് ദോഷമാണെന്ന് മനസ്സിലാക്കിയ കൊളോണിയൽ ശക്തികൾ, കൊളോണിയൽ എംപയേഴ്സ് റിയലൈസ്ഡ് വിത്ത് സം ആങ്സൈറ്റി അബൌട്ട് ദ പ്രോബ്ലം ഓഫ് ഡിപ്ലീറ്റിംഗ് ദെയർ ഓൺ നാച്ചുറൽ റിസോഴ്സസ്. അവരുടെ സ്വന്തം കാടുകൾ വെട്ടിത്തെളിച്ചാൽ, അവരുടെ പ്രകൃതി വിഭവങ്ങൾ നശിപ്പിച്ചാൽ അതിന്റെ പ്രശ്നം എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഉടനെ തന്നെ അവർ കോളനികളിലേക്ക് കടക്കുകയാണ് വിഭവ സമാഹരണത്തിനും വിഭവ ചൂഷണത്തിനും വേണ്ടിയിട്ട്. അവരുടെ നാട്ടിൽ അല്ലെങ്കിൽ മറ്റേതോ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാൽ പോരെ എന്ന ചിന്തയായിരുന്നു അന്ന് ഇംഗ്ലീഷുകാർക്ക്. സോ ദേ ഫെൽ ബാക്ക് അപ്പോൺ കോളനീസ് ഫോർ ഫർദർ റിസോഴ്സസ്. അതുകൊണ്ട് കോളനികളിലേക്കാണ് കൂടുതൽ വിഭവ സമാഹരണത്തിന് അവർ ഇറങ്ങിത്തിരിച്ചത്. ദേ അണ്ടർസ്റ്റുഡ് ദാറ്റ് ഇവഞ്ച്വലി സസ്റ്റൈനബിലിറ്റി വാസ് എ മേജർ കൺസേൺ. പക്ഷേ വൈകാതെ അവർ മനസ്സിലാക്കി ലോകത്തിന്റെ തന്നെ സസ്റ്റൈനബിലിറ്റി അത് ഒരു വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണെന്ന്. ഇറ്റ് ഈസ് ഹിയർ ദാറ്റ് ദ ഡിസ്കഷൻ ഓൺ ഇൻക്രീസിംഗ് കൺസംഷൻ ആൻഡ് ഇൻക്രീസിംഗ് പോപ്പുലേഷൻ ഹാസ് സ്റ്റാർട്ടഡ്. അങ്ങനെ ഈ ഘട്ടത്തിലാണ് നോക്കുക, വർദ്ധിച്ച തോതിലുള്ള കൺസംഷൻ, ഉപഭോഗവും വർദ്ധിച്ച തോതിലുള്ള ജനസംഖ്യയും ലോകത്തെ എവിടെ കൊണ്ടെത്തിക്കുമെന്ന ചർച്ച ആരംഭിക്കുന്നത് തന്നെ, ഡിസ്കഷൻ ആരംഭിക്കുന്നത് തന്നെ. അറ്റ് ദ സെയിം ടൈം ദാറ്റ് ഡിസ്കഷൻ ഓൾസോ ഹാസ് ടു അഡ്രസ് ദ പ്രോബ്ലം ഓഫ് ഇൻക്രീസിംഗ് നീഡ് ഫോർ എനർജി. പക്ഷേ ഒപ്പം തന്നെ വർദ്ധിച്ചു വരുന്ന ഊർജാവശ്യം എങ്ങനെ പര്യാപ്തമാക്കും, എങ്ങനെ കണ്ടെത്തും എന്ന ചോദ്യവും പ്രസക്തമായി വന്നു. അടുത്ത ഭാഗത്ത് ഫോസിൽ ഫ്യൂവൽസ് ആൻഡ് ഇറ്റ്സ് ഗ്രേറ്റ് അക്സലറേഷൻ ആണ്. അതായത് ഫോസിൽ ഇന്ധനങ്ങളും, അതായത് കൽക്കരിയും പെട്രോളിയം ഒക്കെ ഫോസിൽ ഇന്ധനങ്ങളാണ്. അവയുടെ ഉൽപാദനത്തിനുണ്ടായ വലിയ കുതിച്ചുചാട്ടവും എന്നതാണ്.